എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 36-ാമത്തെ സർഗത്തിൽ 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും തമ്മിലുള്ളതായ രതിക്രീഡയിൽ ഉണ്ടാകുന്ന പുത്രനെ ധരിക്കാൻ ആർക്കും ശക്തിയില്ല എന്ന് ദേവന്മാർ ആദ്യം അറിയിച്ചു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു ആർക്കാണ് ധരിക്കാൻ ശക്തിയുള്ളത് എന്നുള്ളത് അറിയിക്കാൻ. അങ്ങനെ ഭൂമിദേവി അത് ധരിക്കും, സഹിക്കും എന്ന് പറഞ്ഞതോടു കൂടിയിട്ട് ഭഗവാന്റെ തേജസ് ഭൂമിയിലേക്ക് വന്നു. ആ തേജസ് ഭൂമിയെ മുഴുവനും മറച്ചു. ആ തേജസ് വന്നിട്ട് വളരെ കാടുകളും മേടുകളും പുഴകളും ഒക്കെ ഉള്ളതായ ഭൂമി മുഴുവനും ആ തേജസ് വന്ന് വ്യാപിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. 17-ാമത്തെ ശ്ലോകം നോക്കാം. തതോ ദേവാഃ പുനരിതമൂജുശ്ചാപി ഹുതാശനം ആവിശത്വം മഹാതേജോ രൗദ്രം വായുസമന്വിത. തതോ ദേവാഹ, അതിനുശേഷം ദേവന്മാര് പുനരിതം ഊജു, ഇപ്രകാരം വീണ്ടും പറഞ്ഞു. ആരോടാ പറഞ്ഞത്? ഹുതാശനം. ഹുതാശനൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ഹുതമായിട്ടുള്ളത്, ഹവിസ്സായിട്ടുള്ളത് അർപ്പിച്ചത് ഭക്ഷിക്കുന്നവൻ ഹുതാശനൻ, അഗ്നി. യാഗവേളകളിലൊക്കെ ഹുതം ആഹുതിയായിട്ട് അർപ്പിക്കുന്നതൊക്കെ അഗ്നി അതാത് ദേവന്മാർക്ക് കൊണ്ടുകൊടുക്കുന്നു എന്നാണ് പറയണത്. അശിച്ചിട്ട്, അതായത് കയ്യിലെടുത്തിട്ട് കൊണ്ടുപോകണു എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. നമുക്കറിയാം ഹവിസ് അർപ്പിക്കുമ്പോൾ അത് അഗ്നി സ്വീകരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അഗ്നിയെ ഹുതാശനൻ എന്ന് പറയണത്. അങ്ങനെ ഹുതാശനൻ ആയിട്ടുള്ള ആ അഗ്നിയോട് ദേവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആവിശത്വം മഹാതേജോ രൗദ്രം വായുസമന്വിത. അല്ലയോ അഗ്നിദേവ, അങ്ങ് ത്വം മഹാതേജ ത്വം വായുസമന്വിത രൗദ്രം ആവിശ, അല്ലെങ്കിൽ മഹാതേജ രൗദ്രം അവിടേക്ക് ചേർക്കാം. ആ മഹാ തേജസ്, രൗദ്രം എന്ന് പറഞ്ഞാൽ രുദ്രാദിജാതം, രുദ്രനിൽ നിന്ന് പിറന്നു വീണതായ ആ തേജസ്സിലേക്ക്, തേജസ് എന്നുള്ള ശബ്ദം സകാരാന്തം നപുംസകലിംഗമാണ്. അപ്പോൾ മഹാതേജ എന്നുള്ളത് രൗദ്രം മഹാതേജ എന്നുള്ളതാണ് എടുക്കേണ്ടത്. അഗ്നിയിലേക്കല്ല അത് അന്വയിക്കുന്നത്. അഗ്നിക്കും തേജസ് ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാലും പറയാണ് അല്ലയോ അഗ്നിദേവ, അങ്ങ് അഗ്നിയും വായുദേവനും കൂടി ചേർന്നുകൊണ്ട് ഈ തേജസ്സിലേക്ക് പ്രവേശിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതാണ് മഹാതേജോ രൗദ്രം വായു സമന്വിത ത്വം ആവിശ, വായുവിനോട് കൂടി ചേർന്നുകൊണ്ട്. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നതായ ആ തേജസ്സിൻ്റെ ചൂട് അല്ലെങ്കിൽ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നിയോടും വായുദേവനോടും കൂടി ചേർന്നുകൊണ്ട് അവിടേക്ക് ആ തേജസ്സിലേക്ക് പ്രവേശിക്കാൻ പറയണത്. അതാണ് ആവിശത്വം മഹാതേജോ രൗദ്രം വായു സമന്വിത. എന്നിട്ട് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയാണ് 18-ാമത്തെ ശ്ലോകത്തിൽ. തദഗ്നിനാ പുനർവ്യാപ്തം സഞ്ജാതം ശ്വേതപർവതം ദിവ്യം ശരവണം ചൈവ പാവകാദിത്യസന്നിഭം. അങ്ങനെ അഗ്നി ആ തേജസ്സിലേക്ക് വ്യാപിച്ചപ്പോൾ, ചെന്നപ്പോൾ, തദഗ്നിനാ പുനർവ്യാപ്തം ശ്വേതപർവതം സഞ്ജാതം. അങ്ങനെ അഗ്നിയും വായുവും കൂടി ആ തേജസ്സിലേക്ക് ചെന്ന് പ്രവേശിച്ചപ്പോൾ ആ തേജസ് എന്തായി തീർന്നു? ഒരു വെള്ള കുന്നുപോലെ, ശ്വേതപർവതം എന്നാണ് പറയണത്. ആ തേജസ് ഒരു പ്രത്യേക രൂപത്തിൽ, മറ്റത് ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുകയായിരുന്നല്ലോ, അത് മാറിയിട്ട് ഭൂമിയിൽ ഒരു ഭാഗത്ത് വലിയൊരു പർവ്വതം പോലെ രൂപാന്തരപ്പെട്ടു. അതാണ് ശ്വേതപർവതം സഞ്ജാതം. അതിൻ്റെ രൂപം മാറി അതൊരു പർവ്വതമായി തീർന്നു. മാത്രമല്ല ദിവ്യം ശരവണം ചെയ്വ പാവക ആദിത്യ സന്നിഭം. പാവക ആദിത്യന്മാരുടെ, അതായത് അഗ്നിയും സൂര്യനും ചേർന്ന് നിൽക്കുന്ന വലിയൊരു ശരവനവും അവിടെ ഉണ്ടായി. ശരവനം എന്ന് പറഞ്ഞാൽ ശരപ്പുല്ലുകൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക തരത്തിലുള്ള പുല്ലാണ്. നല്ല മൂർച്ച, തീർച്ച, നല്ല അറ്റം കൂർത്തു നിൽക്കുന്നതായ പുല്ലുകളാണ്. ആ പുല്ലുകളുടെ പേരാണ് ശരവനം എന്ന്. അവിടെ രേഖമുള്ളത് കൊണ്ട് രാ എന്നുള്ളത് നിൽക്കുമ്പോൾ അവിടെ നാ എന്നുള്ളത് ണാന്നായി തീരും. അങ്ങനെയാണ് ശരവണം എന്ന്. ഭഗവാൻ സുബ്രഹ്മണ്യന് ശരവണൻ എന്നും ശരവണ ഭവൻ എന്നൊക്കെ പേര് വരണത് അങ്ങനെയാണ്. അപ്പോൾ ഈ ശ്വേതപർവ്വതത്തിൻ്റെ താഴെ വലിയൊരു ശരവണവും ഉണ്ടായി. ദിവ്യമായിട്ടുള്ള ഒരു ശരവണം. പാവക ആദിത്യ സന്നിഭം, വളരെ തേജസ്സോടു കൂടിയിട്ടുള്ള ഒരു കാടും
അവിടെ ആ പർവ്വതത്തിൻ്റെ താഴെയായിട്ട് ഉണ്ടായി എന്നർത്ഥം. അടുത്ത ശ്ലോകം നോക്കാം. യത്ര ജാതോ മഹാതേജാഃ കാർത്തികേയോഗ്നിസംഭവ അധോ മാം ച ശിവം ചൈവ ദേവാഃ സർഷിഗണാസ്തഥാ പൂജയാമാസുരത്യർത്ഥം സുപ്രീതമനസസ്തദാ. 20-ാമത്തെ ശ്ലോകത്തിലെ ഒരു വരി അതിൻ്റെ തൊട്ടുമുകളിലെ 19-ാമത്തെ ശ്ലോകത്തിൻ്റെ കൂടെ അർത്ഥം പറയേണ്ടതാണ്. യത്ര ജാതോ മഹാതേജാഃ, ഒരു ശരവനമുണ്ടായി ആ പർവ്വതത്തിൻ്റെ ശ്വേതപർവ്വതത്തിൻ്റെ ചുവട്ടിലെന്ന് പറഞ്ഞുല്ലോ. ആ ശരവനത്തിലാണ് ആരുണ്ടായത്? മഹാതേജാഃ കാർത്തികേയഃ അഗ്നിസംഭവഃ ജാതഃ. മഹാതേജസ്വിയായ കാർത്തികേയൻ, അതായത് സുബ്രഹ്മണ്യൻ ജനിച്ചത്. അപ്പോൾ ആ തേജസ് എല്ലാം കൂടി ചേർന്ന് ഒരു പർവ്വതത്തിൻ്റെ രൂപത്തിലായി അവിടെ വലിയൊരു വനമുണ്ടായി. ആ വനത്തിലേക്കാണ് ഈ തേജസ്സിൽ നിന്നും പുത്രൻ പിറന്നു വീഴണത്. അധോമാം ച ശിവം ചെയ്വ. അതിനുശേഷം ഉമയെയും ശിവനെയും ദേവാഹ ദേവന്മാരെല്ലാവരും ഋഷിഗണങ്ങളുമൊക്കെ കൂടി ചേർന്ന് പൂജയാമാസുരത്യർത്ഥം, വളരെ ഗംഭീരമായിട്ട് പൂജകളും ബഹുമാനങ്ങളും ഒക്കെ നൽകി ആദരിച്ചു. സുപ്രീത മനസസ്തത, വളരെ സന്തോഷവാന്മാരായിട്ടുള്ള ദേവന്മാരും ഋഷിമാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ശ്രീപരമേശ്വരനെയും ഉമാദേവിയെയും ആരാധിച്ചു എന്നർത്ഥം. അതായത് ലോകത്തിനൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ ഒരു പുത്രൻ ജനിച്ചതിൻ്റെ സന്തോഷത്തിൽ. ഈ പുത്രനെ അവർക്ക് ആവശ്യമാണ്. പുത്രനാണല്ലോ താരകാസുരനെയും കൂട്ടാളികളെയൊക്കെ വധിക്കാനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ആ പുത്രനെ ലോകത്തിനൊന്നും ദോഷമുണ്ടാവാതെ ജനിപ്പിച്ചതിന് കാരണക്കാരായ മാതാപിതാക്കളെ, ലോകത്തിൻ്റെ തന്നെ മാതാപിതാക്കളായിട്ടുള്ള പാർവതീ പരമേശ്വരന്മാരെ ദേവന്മാരും ഋഷിമാരും ഒക്കെ കൂടി സ്തുതിച്ചു എന്നർത്ഥം. അങ്ങനെ ആ പുത്രൻ അവിടെ, അതായത് ശിവന്റെയും പാർവതിയുടെയും തേജസ്സാണ് ആദ്യം വന്നത്. ആ തേജസ്സിൽ നിന്നാണ് പുത്രൻ ഉണ്ടാകുന്നത്, അല്ലാതെ ഗർഭം ധരിക്കുന്നില്ല. ദിവ്യമായിട്ടുള്ളൊരു പുത്രനായിട്ടാണ് ജനിക്കുന്നത്. അത് ദേവിക്ക് ഒട്ടും സുഖായില്ല. ദേവിക്ക് ദേഷ്യം വന്നു. അതാണ് ഈ ശ്ലോകത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ അടുത്ത വരി പറയണത്. അഥ ശൈലസുതാരാമ ത്രിദശാനിതമബ്രവീത്. 21 കൂടി ചൊല്ലാം. അപ്രിയസ്യ കൃതസ്യാദ്യ ഫലം പ്രാപ്സ്യഥ മേ സുരാഃ ഇത്യുക്താ സലിലം ഗൃഹ്യ പാർവതീ ഭാസ്കരപ്രഭം. അല്ലയോ ശ്രീരാമ, രാമ, ഇത് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണല്ലോ. അതിടയ്ക്ക് നമ്മൾ ഓർക്കേണ്ടിയിരിക്കണു. കഥ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ശ്രീപരമേശ്വരൻ്റെയും ശ്രീപാർവതിയുടെയും കഥകൾ പറയുമ്പോൾ മറ്റു കഥകളൊക്കെ രാമായണമാണെന്നുള്ളത് പോലും ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട്. അത്രയ്ക്ക് ശിവപരമായിട്ടുള്ള കഥകളാണ് പറയണത്. വളരെ വിസ്തരിച്ച കഥ പറയുന്നുണ്ട്. അവിടെ ആ ഒരു സന്ദർഭത്തിൽ മകനെ ഗർഭത്തിൽ ധരിച്ച് പ്രസവിക്കാൻ സാധിക്കാത്തതിൻ്റെ ദേഷ്യം ശൈലദുഹിതയ്ക്ക്, അതായത് ശ്രീപാർവതിക്കുണ്ടായി. അഥാ ശൈലസുത, അനന്തരം ശ്രീപാർവതീ ദേവി ത്രിദശാൻ ഇതം അബ്രവീത്, ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ്? അപ്രിയസ്യ കൃതസ്യ അദ്യ ഫലം പ്രാപ്സ്യഥ മേ സുരാഹ. അതായത് ഇന്ന് നിങ്ങൾ ഈ ചെയ്തതായിട്ടുള്ള ചീത്ത പ്രവൃത്തി, അപ്രിയസ്യ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതായ ഈ പ്രവൃത്തിയുടെ ഫലം, ഹേ സുര, അല്ലയോ സുരന്മാരെ, നിങ്ങൾ വൈകാതെ തന്നെ അനുഭവിക്കും. എൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള ശാപം ഞാനിതാ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളെയൊന്നും നോക്കിയില്ല. ശ്രീപാർവതിയും ശ്രീപരമേശ്വരനും തമ്മിലുള്ളതായ സംയോഗത്തിൽ ആ അമ്മയുടെ ഒരു മനസ്സുണ്ടല്ലോ, സ്വന്തം ഗർഭത്തിൽ കുട്ടിയെ ധരിക്കണമെന്നും പ്രസവിക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം, അത് സഫലമാക്കാത്തതിനാൽ നിങ്ങളെ ഞാൻ ശപിക്കും, നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും. ഇത്യുക്ത, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭാസ്കരപ്രഭം സലിലം ഗൃഹ്യ പാർവതി, തിളങ്ങുന്ന വെള്ളം എടുത്തുകൊണ്ട് പാർവതീദേവി എന്തു ചെയ്തു എന്ന് പറയാണ്. ഭാസ്കരപ്രഭം എന്നുള്ളത് ഇവിടെ വെള്ളത്തിൻ്റെ വിശേഷണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റു ചില പാഠങ്ങളിൽ ഭാസ്കര പ്രഭാ പാർവതി, അതായിരിക്കും കുറച്ചും കൂടി നല്ലത് തോന്നുന്നു. സൂര്യനെ പോലെ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തിരിക്കുന്ന പാർവതി ദേവി ദേവന്മാരെയൊക്കെ കൂടിയിട്ട് ശപിക്കാൻ പോവുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കാം. സമന്യുരശപത് സർവാൻ ക്രോധ സംരക്തലോചന യസ്മാൻ നിവാരിതാ ചാഹം സംഗതാ പുത്രകാമ്യയാ. ആ ദേഷ്യത്തിൻ്റെ കാരണം ഒന്നും കൂടി എടുത്തു പറയാണ്. അങ്ങനെയുള്ള ദേവി, ഭാസ്കര തുല്യയായിട്ട് ശോഭയോട് തേജസ്സോടു കൂടിയിരിക്കുന്നവളായിട്ടുള്ള ദേവി ദേഷ്യത്തോടു കൂടി, സമന്യു, മന്യു എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്, സമന്യു ദേഷ്യത്തോടു കൂടി
സർവാൻ ദേവാൻ അശപത്, എല്ലാ ദേവന്മാരെയും ശപിച്ചു. ഒന്നുകൂടി ദേവിയുടെ ഒരു വിശേഷണം പറയാണ്. ക്രോധ സംരക്തലോചന, ദേഷ്യം വന്നുകൊണ്ട് കൺതടങ്ങൾ ചുവന്നതായ, കണ്ണാകെ ചുവന്നു മറിഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെട്ടു വന്ന ദേവി പാർവതി ദേവന്മാരെ എല്ലാവരെയും കഠിനമായിട്ട് ശപിച്ചു. അതിന് കാരണം ഇതാണ്. യസ്മാൻ നിവാരിതാചാഹം സംഗത പുത്രകാമ്യയാ, പുത്രകാമ്യയാ സംഗത അഹം യസ്മാത് നിവാരിത. പുത്രനുണ്ടാവണം, എൻ്റെ ഗർഭത്തിലൊരു പുത്രനുണ്ടാവണം എന്ന് വിചാരിച്ച് ഞാൻ ശ്രീപരമേശ്വരനുമായിട്ട് സംഗമിച്ചതായിരുന്നു. അതിനെ തടഞ്ഞ നിങ്ങൾ തീർച്ചയായിട്ടും ശാപമർഹിക്കുന്നവരാണ്. എൻ്റെ സന്തോഷത്തിനെ നിങ്ങളാരും വകവച്ചില്ല. അത് ആ പുത്രൻ ഉണ്ടാവേണ്ട കാര്യം, ആ പുത്രനെ ആരാണ് വളർത്തേണ്ടതെന്നും എന്തൊക്കെയാണ് പുത്രൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. എൻ്റെ മനസ്സിലൊരു മോഹമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളാരും അറിയാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ കഠിനമായിട്ട് ഇതാ ശപിക്കുന്നു. യസ്മാത്, യാതൊരു കാരണം കൊണ്ടാണോ അഹം നിവാരിത, ഞാൻ തടയപ്പെട്ടത്, ആ കാരണം കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ ശപിക്കുകയാണ് എന്ന് പറയുകയാണ് ചെയ്യണത്. ശാപം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതോ ദേവാഃ പുനരിതമൂജുശ്ചാപി ഹുതാശനം ആവിശത്വം മഹാതേജോ രൗദ്രം വായുസമന്വിത തദഗ്നിനാ പുനർവ്യാപ്തം സഞ്ജാതം ശ്വേതപർവതം ദിവ്യം ശരവണം ചൈവ പാവകാദിത്യസന്നിഭം യത്ര ജാതോ മഹാതേജാഃ കാർത്തികേയോഗ്നിസംഭവ അധോ മാം ച ശിവം ചൈവ ദേവാഃ സർഷിഗണാസ്തഥാ പൂജയാമാസുരത്യർത്ഥം സുപ്രീതമനസസ്തദാ അഥ ശൈലസുതാ രാമ ത്രിദശാനിതമബ്രവീത് അപ്രിയസ്യ കൃതസ്യാദ്യ ഫലം പ്രാപ്സ്യഥ മേ സുരാഃ ഇത്യുക്താ സലിലം ഗൃഹ്യ പാർവതീ ഭാസ്കരപ്രഭാ സമന്യുരശപത് സർവാൻ ക്രോധ സംരക്തലോചന യസ്മാൻ നിവാരിതാ ചാഹം സംഗതാ പുത്രകാമ്യയാ. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.